ദുൽഖർ സൽമാൻ മൂവിയായ ലക്കി ഭാസ്കറിൻ്റെയും നസ്രിയ ബേസിൽ ജോസഫ് ഒന്നിച്ച സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെയും ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ അടക്കം പുത്തൻ റിപ്പോർട്ടുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 5-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയും തർക്കേടില്ലാത്ത കളക്ഷനിലേക്ക് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രം എത്തപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ മണിക്കൂറിൽ 3000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ചിത്രത്തിൻ്റെതായിട്ട് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നും 4-ാം ദിവസമായ ഇന്നലത്തെ ചിത്രത്തിന്റെ സമാനമായ കളക്ഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കളക്ഷന്റെ അടുത്തേക്ക് ചിത്രം എത്തപ്പെടും എന്നുള്ളത് തന്നെയാണ് 5-ാം ദിവസത്തെ ചിത്രത്തിന്റെ ട്രാക്കിങ്ങും കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ വ്യക്തമാവുന്നത്. അങ്ങനെ 5-ാമത്തെ ദിവസവും ചിത്രം 1.5 കോടിയോളം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ 5 ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ മാത്രം 11 കോടിക്ക് മുകളിലേക്കും 5 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 24 കോടിക്ക് അടുത്തേക്കും എത്തപ്പെട്ടിരിക്കുന്നു. 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം നാളെയാണല്ലോ OTT-യിൽ റിലീസ് ആവുന്നത്. പെട്ടെന്നുള്ള ചിത്രത്തിന്റെ OTT റിലീസ് ആവൽ ആരാധകർക്ക് ഷോക്കിംഗ് ആയെങ്കിലും മറ്റൊരു വലിയ നേട്ടത്തിലേക്ക് ഇതോടുകൂടെ എത്തപ്പെടുമോ എന്നുള്ള ആശങ്കയും ആരാധകർക്കുണ്ട്. അതെന്താണെന്നല്ലേ, ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം 97,600ഓളം പേരാണ് ഈ ഒരു ചിത്രത്തിന് റിവ്യൂ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബുക്ക് മൈ ഷോ ആപ്പിൽ 2,400 പേരും കൂടെ റിവ്യൂ രേഖപ്പെടുത്തിയാൽ 100K അടിക്കാൻ ലക്കി ഭാസ്കർ റിവ്യൂസിന് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ സാധിക്കും. എന്നാൽ നാളെ ഈ ഒരു ചിത്രം OTT-യിൽ എത്തുന്നതോടുകൂടെ ആ ഒരു വലിയ അച്ചീവ്മെന്റ് മിസ്സാവുമോ എന്നുള്ള ആശങ്കയാണ് ആരാധകർക്കുള്ളത്. DQവിന്റെ തന്നെ മുന്നേ റിലീസായ സീതാരാമം എന്ന ചിത്രത്തിന്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയ സമയത്ത് ഞെട്ടിപ്പോയി കേട്ട്. 1,85,000-ഓളം ആളുകളാണ് ഈ ഒരു ചിത്രത്തിന്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രത്തോളം റിവ്യൂവും കാര്യങ്ങളെല്ലാം കിട്ടിയെങ്കിൽ മാത്രമേ ലക്കി ഭാസ്കറിന് സീതാരാമം എന്ന ചിത്രത്തിന്റെ റിവ്യൂസിന്റെ അടുത്തേക്ക് ബുക്ക് മൈ ഷോ ആപ്പിൽ എത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബുക്ക് മൈ ഷോ ആപ്പിൽ 100K റിവ്യൂ അടിക്കാൻ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന് സാധിക്കുമോ? ജസ്റ്റ് കമന്റ്.